ഹലോ. ഹലോ. ആ ഹലോ. ഹലോ. അതെ. അല്ല അല്ലാകട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ. ആ നമ്മുടെ സമൂഹം അല്ല രാജ്യത്ത് അല്ല കേരളത്തില് എത്ര ശതമാനം വിശ്വാസികൾ ഉണ്ടാവും? മനസ്സിലായില്ല. വിശ്വാസികളുണ്ടല്ലോ, മതവിശ്വാസികൾ ഏതാണ്ട് ഒരു 50% വരെ ഉണ്ടോന്ന് അറിയില്ല. അറിയില്ല, നമ്മളിപ്പോ കറക്റ്റ് കണക്കെടുത്തിട്ടില്ലല്ലോ. അപ്പോ ഇവരെല്ലാം പിന്നെ ഈ വിമർശനം കൊണ്ട് വലിയൊരു ഉപജീവനം കണ്ടതാണെന്നോ? മനസ്സിലായില്ല. ഈ വിമർശനം കൊണ്ട്, മതവിമർശനം കൊണ്ട് പിന്നെ ഉപജീവനം കാണുന്നവരാണോ? ആര്? ഈ വിമർശകര് അല്ല, നിഷേധികളുണ്ടല്ലോ. എന്നിട്ട് ഓലെല്ലാം ഈ വിമർശനത്തിലൂടെയാണോ ജീവിക്കുന്നത്? മതവിശ്വാസികളൊക്കെ വിശ്വാസം കൊണ്ടാണോ ജീവിക്കുന്നത്? മതവിശ്വാസികൾ എല്ലാവരും പ്രബോധനം കൊണ്ടാണോ ജീവിക്കുന്നത്? അല്ലല്ല. അപ്പൊ പിന്നെങ്ങനെ വിമർശനം കൊണ്ട് ജീവിക്കുക? വിമർശനം കൊണ്ട് ജീവിക്കുന്നത് എങ്ങനെയാ? അതിന്റെ വരുമാനം കൊണ്ട്. അപ്പൊ പ്രബോധകരുടെ വരുമാനം കൊണ്ടാണോ പ്രബോധകർ ജീവിക്കുന്നത്? അത് ചോദിക്കണേ. എങ്ങനെ? ഇസ്ലാമിലേക്ക് ആളെ ചേർക്കാൻ വേണ്ടി പ്രബോധനം നടത്തിയിട്ടും വയലു പറഞ്ഞിട്ടാണോ അവിടുത്തെ വിശ്വാസികൾ പ്രബോധകരൊക്കെ ജീവിക്കണേന്ന്? മൗലവിമാരും എം അക്ബറിനെ പോലെയുള്ള പ്രബോധകരും ഒക്കെ പ്രബോധനം നടത്തിയിട്ടും വയലു പറഞ്ഞിട്ടുമാണോ ജീവിക്കണേന്ന്? അല്ല, അത് ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കുന്നത്. അല്ല, അത് വെച്ചിട്ടാണോ അവർ ജീവിക്കണേ? അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ടാണോ അവർ ജീവിക്കണേ? അങ്ങനെ കൊണ്ടായിരിക്കും ജീവിക്കുന്നത്. അങ്ങനെ കൊണ്ട് ജീവിക്കുന്നുണ്ടാവും. അപ്പൊ വിമർശനം കൊണ്ട് ജീവിക്കണേൽ ഇപ്പൊ എന്താ കുഴപ്പം? ഇങ്ങനെ അപ്പൊ പിന്നെ വിമർശിച്ച് ജീവിക്കണേൽ എന്താ കുഴപ്പങ്ങൾ കാണുന്നത്? വിമർശിച്ച് ജീവിക്കുന്നത് കൊണ്ടോ? വിമർശിച്ച് ജീവിക്കുന്നത് വിമർശകരെല്ലാവരും ഉണ്ടാവും. വിമർശിച്ച് ജീവിക്കുന്നവര് ഒരു കാര്യം വിറ്റോണ്ട് ജീവിക്കാം. ജീവിക്കുന്നവരില്ല. മനസ്സിലായില്ല. അതൊന്നും ഉണ്ടാക്കിയിട്ട് ജീവിക്കുന്നവരുണ്ട്. മനസ്സിലായില്ല. എന്ത് സംഭവം? എന്താ നിങ്ങളെ പോയിന്റ്? എന്താ എങ്ങനെ? എന്താ നിങ്ങളെ പോയിന്റ്? മനസ്സിലായില്ല. ഞാൻ പറയുന്നത് അതല്ല. നിങ്ങൾ പറയുന്നത് നിങ്ങളെ ഈ വിമർശനം കൊണ്ട് ജീവിക്കുന്നത് പറഞ്ഞാല് തെറ്റാവല്ല. കാരണം ഈ വിമർശനം കൊണ്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒന്നാമത് ഞാനെങ്ങനെ ഒരു മിനിറ്റ് പട്ടിണിയാകില്ല. ജനങ്ങൾ പട്ടിണിയാകുന്നുണ്ട്. ആകുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് എന്റെ പേര് മാത്രമല്ലേ അറിയുള്ളൂ? നിങ്ങൾക്ക് എന്റെ പേര് മാത്രമല്ലേ അറിയുള്ളൂ? എന്റെ വീട്ടുപേര് അറിയോ? ഒരു മിനിറ്റ്, എന്റെ വീട്ടുപേര് അറിയോ? അഡ്രസ്? ഇല്ല, അറിയില്ല. ഞാൻ എവിടെ പഠിച്ചത് എന്നൊക്കെ അറിയോ? എന്താ പഠിച്ചതെന്ന് അറിയോ? എന്താ പഠിച്ചത്? അല്ല, അറിയോ? നിങ്ങൾക്ക് അറിയോ ചോദിച്ചതാ. അറിയില്ല. ഞാൻ എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? എവിടേക്ക് ഞാൻ ജോലി ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? അറിയോ? അറിയില്ല. ഇപ്പൊ ഞാൻ എന്താ ജോലി ചെയ്യുന്നതെന്ന് അറിയോ? അല്ല, അറിയെങ്കിൽ അറിയുന്ന അറിയോ? വെറുതെ ബബ്ബ പറയാം. അറിയെങ്കിൽ അറിയുന്ന. ഇപ്പൊ ഞാൻ എന്താ ജോലി ചെയ്യുന്നതെന്ന് അറിയോ? ഏത് സ്ഥാപനത്തിലാണ്, അല്ലെങ്കിൽ എന്താ ജോലി ചെയ്യുന്നതെന്ന് അറിയോന്ന്? ഈ സ്ഥാപനം തന്നെയല്ലേ? നിങ്ങൾക്ക് അറിയുമോ ഇല്ലയോ? ഇതാണ് ചോദ്യം. അറിയൂ. എങ്ങനെ അറിയാം? നിങ്ങൾക്ക് ബാക്കി ഒന്നും അറിയാം? ഇത് മാത്രമേ എവിടെ അറിയാം? നിങ്ങൾ എന്റെ യൂട്യൂബിൽ വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ജീവിക്കുന്നത് അല്ലേ? മതനിഷേധികൾ തന്നെയാണ്. ഏതാണ്ട് 50% ഇല്ലെങ്കിൽ 25% മതനിഷേധികൾ തന്നെയുണ്ട്. അതുകൊണ്ട് ജീവിക്കുന്നവരില്ല. അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്നാണ് ചോദിച്ചത്. താല്പര്യമില്ലെങ്കിൽ അല്ലല്ല, ഞാൻ ചോദിച്ചു 2 പോയിന്റാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. വെറുതെ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. 2 പോയിന്റ് നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഒന്ന്, ഞാൻ ആരാണ്, എന്താണ്, എന്താ പഠിച്ചത്, എവിടെ ജോലി ചെയ്യുന്നത്, എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, എങ്ങനെയാ ജീവിക്കുന്നത്, ഒന്നും നിങ്ങൾക്ക് അറിയില്ല. കാരണം നിങ്ങൾക്ക് എന്നെ പരിചയമില്ല. എങ്ങനെ അറിയാം? എത്ര എന്റെ വരുമാനം മതവിമർശനത്തിലൂടെ? ഒരു മിനിറ്റ്, നിങ്ങൾ ബഹളം ഉണ്ടാക്കല്ലേ? ഒക്കെ പറഞ്ഞുതരാം. നിങ്ങളെ സമാധാനം ഒക്കെ മാറ്റിത്തരാം. നിങ്ങൾക്ക് എത്ര വരുമാനമുണ്ട് മതവിമർശനത്തിലൂടെ? എത്ര വരുമാനമുണ്ട്? വരുമാനം ഞാൻ പറയാം. എനിക്ക് ഒരു മാസം ജീവിച്ചു പോകാൻ എത്ര ചെലവുണ്ട്?
അതും എനിക്ക് അറിയില്ല. പിന്നെ എന്ത് തേങ്ങ നിങ്ങൾക്ക് അറിയാം? പിന്നെ എന്ത് വെച്ചിട്ട് നിങ്ങൾ ഇത് എന്ത് ഡാറ്റ വെച്ചിട്ട് ഇത് പറയുന്നത്? ഇനി അവിടെ നിൽക്ക്, ഇനി അവിടെ നിൽക്ക്, ഇനി അവിടെ ചോദിക്കാം. നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. എന്റെ വീഡിയോ ഇസ്ലാം വിമർശനം പറയട്ടെ. നിങ്ങൾ ബേജാറായല്ലേ? എങ്ങനെ ബേജാറായാലും എങ്ങനെ? അത് സീരിയസ് ആയിട്ട് കാര്യം പറയാൻ വിളിച്ചതല്ലേ? അപ്പൊ അതിന് മറുപടി പറയണ കേക്കൂ. അപ്പൊ എന്നാ കേട്ടോളൂ. അപ്പം ഞാൻ മതവിമർശനം നടത്തുന്ന വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ വിമർശിക്കുന്ന കാര്യത്തിൽ ഒന്നും മറുപടി പറയാനൊന്നുമില്ല. അതെന്ന് പറഞ്ഞാൽ മറുപടി പറയാനൊന്നും നിങ്ങൾക്ക് ഒരു മിനിറ്റ് കേൾക്ക് സുഹൃത്തെ, നിങ്ങൾ കേൾക്ക്, ഞാൻ നിങ്ങൾക്ക് എല്ലാ സംശയവും തീർത്ത്. ഓക്കെ. അപ്പൊ ഈ വിമർശനത്തിനോട് മറുപടി ഒന്നും പറയാനില്ല. കാരണം വിമർശിക്കുന്നതൊക്കെ സത്യമാണ്, തെറ്റൊന്നുമില്ല, ഒന്നും പറയാനില്ല, മറുപടി പറയാനില്ല, ഉത്തരമില്ല. പിന്നെ ആകെ പറയാവുന്നത് ഇതുകൊണ്ട് ജീവിക്കുന്നു എന്ന് ആക്ഷേപിക്കാം. അതാണല്ലോ ഇപ്പൊ വാദം. ശരി, ഇനിയിപ്പോ ഞാൻ മതവിമർശനം കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് വെച്ചോളൂ. ഒരു മിനിറ്റ് അതുകൂടി പറഞ്ഞുതരാം. മതവിമർശനം നടത്തിയിട്ട് യൂട്യൂബിൽ ഇട്ടിട്ട് അതിൽ നിന്ന് വരുമാനം കിട്ടി ഞാൻ ജീവിക്കുകയാണെങ്കിൽ അതിലെന്താണ് പ്രശ്നം? പ്രശ്നല്ലേ? എന്താ പ്രശ്നം? പ്രശ്നമാണല്ലോ. മതപരിവർത്തനം നടത്തിയിട്ടും മതപ്രബോധനം നടത്തിയിട്ടും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സ്ഥാപനം നടത്തി, അതിന് നാട്ടുകാരുടെ അടുത്ത് പിരിവും നടത്തി, സലഫികളുടെ പഴയ വലിയ വലിയ സ്ഥാപനങ്ങളിൽ നിന്ന് ഗൾഫിൽ നിന്ന് ഗ്രാൻഡും മേടിച്ച് അങ്ങനെ അത് വെച്ച് ബിസിനസ് ചെയ്ത് അങ്ങനെ ജീവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അല്ലേ? അപ്പൊ അതിന് തെറ്റൊന്നുമില്ല. അതേ സാധനം ഇത് നല്ല മാർഗമല്ലെന്നും ഇതൊരു ചീഞ്ഞളിഞ്ഞ ഗോത്ര നിയമമാണ് എന്നും സത്യം മനസ്സിലാക്കിയിട്ട് ഒരു മിനിറ്റ് മനസ്സിലായി പറഞ്ഞുതരാം. വീട് കയറ്റിയിട്ടും ജീവിക്കുക, ആൾക്കാരെ കൺസ്ട്രക്ഷൻ ചെയ്യും. അതേപോലെ തന്നെ ഈ പഴകി ദ്രവിച്ച കെട്ടിടങ്ങളും അവശിഷ്ടങ്ങളൊക്കെ പൊളിച്ചു വിറ്റും ആൾക്കാർ ജീവിക്കും. രണ്ടും തൊഴിലാണ്, കൺസ്ട്രക്ഷനും ഡിസ്ട്രക്ഷനും. രാത്രിയല്ലല്ലോ, നല്ല പകൽ വെളിച്ചത്തിൽ. അതായത് കാലഹരണപ്പെട്ടു പോയ ഒരു പഴയ കെട്ടിടം പൊളിച്ചു വിറ്റ് അത് ഒരു തൊഴിലായിട്ട് സ്വീകരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. അതല്ല എന്തെങ്കിലും പ്രശ്നം എന്താ വേണ്ട? ദേവത്തില് മതപ്രബോധകരും മതപ്രഭാഷകരും അങ്ങനെയല്ലല്ലോ ചെയ്യണേ. എന്താ അടിച്ചു പൊളിച്ചത്? ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഇത് പൊളിച്ചു വിൽക്കാനായ സാധനമാണ്, ഇത് പൊളിച്ചു കളയുന്ന സാധനമാണ്. എന്താ കുഴപ്പം? എന്താണ് ഈ പഴകി ദ്രവിച്ച ബിൽഡിങ്? ഞാൻ ഇതിന്റെ സ്ക്രാപ്പ് ബിസിനസ് ആണ് നടത്തുന്നത്. മൂല്യമാര് കൊണ്ടുതരുന്നതാണ് നമ്മൾ എടുത്ത് വിൽക്കുന്നത്. നമ്മളെടുത്ത് വിൽക്കാൻ ഏൽപ്പിക്കുന്ന സാധനം. ഇത് പൊളിച്ചു വിറ്റാണ് ഞാൻ ജീവിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ പ്രശ്നം? ഞാൻ ഇത്ര കാലം നടത്തിയ വിമർശനങ്ങളിൽ എന്തെങ്കിലും പോയിന്റ് പറയണ്ടോ നിങ്ങൾക്ക്? ഇതിന്റെ ദൂഷ്യഫലം അനുഭവിക്കുന്ന മറ്റാരുമല്ല. ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാല് ഒന്നെങ്കിൽ തെക്കാത്ത് ഇതുപോലെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ ഈ സമുദായത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള ഇങ്ങനെ കേൾക്കുന്ന അങ്ങനെ ഒരു മാന്യം വരും ആൾക്കാർക്ക്. അതായത് നമ്മളെ വിമർശനം കേട്ടിട്ട് ഈമാൻ പറഞ്ഞിട്ട് ആൾക്കാരെ സഹായിക്കാനുള്ള മനസ്സൊന്നും വരികയില്ലല്ലോ. അപ്പൊ ആൾക്കാർ സക്കാത്ത് സദക്കയൊക്കെ കൊടുക്കൽ കുറയും. അപ്പൊ അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ കഷ്ടപ്പെടും. ആൾക്കാരെ സഹായിക്കുന്ന സംവിധാനമൊന്നും ഇല്ലല്ലോ. ആൾക്കാരെ ദ്രോഹിക്കാനല്ലാണ്ട് ആൾക്കാരെ സഹായിക്കാനുള്ള ഒരു സംവിധാനമൊന്നും ഇല്ലല്ലോ. സമാധാനം ഇതുപോലെ ദ്രോഹിക്കാനല്ലാണ്ട് ഇതുപോലെ ഇതിപ്പോ ഇതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയും പിന്നെ അള്ളാഹും ഒന്ന് പട്ടിണിയാക്കിയല്ല, ജനങ്ങൾ പട്ടിണിയാവും. കാരണം സമുദായത്തിന്റെ ഇടയിലായിട്ട് പരിഹാസം വരുന്നത്. അപ്പൊ ഇത് നിരാശ ഒരു വിമർശനം ഉണ്ടാവൂലേ ആൾക്കാര്? ഇതുകൊണ്ട് കഷ്ടം അനുഭവിക്കുന്നവരുണ്ട്. നിങ്ങളിങ്ങനെ പറഞ്ഞോണ്ടിരുന്ന ഞങ്ങളെ മങ്ങളെ അറിയാൻ കഴിച്ച് 13 വയസ്സിലല്ലേ? 13 വയസ്സിൽ ആയിഷാ ബീവിനെ ഇങ്ങോട്ട് നിങ്ങൾ വിമർശകർ പറയുന്നത് ഭയങ്കര വിമർശനം പറയുന്നത് 13 വയസ്സിൽ ആയിഷാ ബീവിനെ കല്യാണം കിട്ടിയ ആൾ വന്ന് ഒരാഴ്ചയില്ലാതെ മല തിരിഞ്ഞാക്കി. 6 വയസ്സല്ലേ നിങ്ങൾക്ക്? എവിടുന്ന് 13 വയസ്സെത്തി? അല്ല, 13 വയസ്സിൽ ആയിഷാ പിന്നെ ഫാത്തിമ ബീവിനെ കല്യാണം കിട്ടിയാൻ വേണ്ടി ആൾ അന്വേഷിച്ച് വന്ന് അവൾ ആഴ്ചയില്ലാതെ മല തിരിച്ചയച്ചോല്ലേ?
13 വയസ്സിൽ. അതാണ് വിമർശകന്മാർ പറയുന്ന കാര്യം. ആയിക്കില്ല എന്നാണ് റസൂൽ തിരിച്ചയച്ചല്ലേ. അതേ സ്ഥാനത്ത് 9 വയസ്സായ 9 വയസ്സായ ആയിഷാനാണ് പിന്നെ 6 വയസ്സ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു നടക്കുന്നത്. 6 വയസ്സ് നിങ്ങൾ എവിടെ കൂട്ടി പറയണേ? കള്ളക്കണക്ക് പറയല്ലേ? 6 വയസ്സ് കള്ളക്കണക്ക് പറയല്ലേ? 6 വയസ്സ് ചെയ്തിട്ടിരിക്കണം. വീട് കൂടി ഒന്നിച്ച് താമസിച്ചത്. 6 വയസ്സിൽ കല്യാണം കഴിച്ചോ? കല്യാണം കഴിച്ചാ എന്താ കുഴപ്പം? അങ്ങനെ കല്യാണം ഒരു കുഴപ്പമില്ല. എന്താ പേര് കുഴപ്പം? 6 വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് ഈ കല്യാണം കഴിക്കണം എന്നുള്ളത് ആരുടെ തീരുമാനമായിരുന്നു? നിങ്ങൾ എന്താ അറിയോ? ഇതെന്താ പ്രശ്നം അറിയോ? ഒരു മിനിറ്റ് നിങ്ങളെ പ്രശ്നം എന്താ വെച്ചാല്, നിങ്ങളിപ്പം എന്താ പിന്നെ പണിയെടുത്ത് തിന്നൂടെ എന്ന് ചോദിക്കാനാണ് വിളിച്ചത് വാസ്തവത്തില്. അത് കയ്യിൽ നിന്ന് പോയപ്പോ അത് ഒരു സംസാരിക്കട്ടെ, നിങ്ങൾ വെറുതെ ബഹളം സംസാരിക്കാൻ അനുവദിക്കെങ്കിൽ മാത്രമേ ഫോണിൽ തുടരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കട്ട് ചെയ്യും. ഓക്കെ. അപ്പോ നിങ്ങൾ എന്നോട് പണിയെടുത്ത് തിന്നൂടായിരുന്നോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഇതുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണയിൽ വിളിച്ചതാണ്. ഓക്കെ. അപ്പോ അത് എന്നെ കുറിച്ച് ഒന്നും അറിയാതെ വെറുതെ വിമർശനത്തിന് മറുപടി ഒന്നും ഇല്ലാതെ ഇത് മാത്രം ചോദിച്ചാല് നമ്മളെ മുറയിൽ തകരും എന്ന് വിചാരിച്ചിട്ടാണ്. ഒന്ന് പറയട്ടെ സുഹൃത്തെ, പറയട്ടെ. ഇങ്ങനെ തോക്കിന്റെ ഉള്ളിൽ കയറി വെടിവെച്ച എങ്ങനെ? അപ്പോ അങ്ങനെ പറയാൻ വിളിച്ച മൊത്തം കയ്യിൽ നിന്ന് പോയി. അപ്പൊ ഈ 2 കാര്യങ്ങൾ ചോദിച്ചു. ഒന്ന്, എന്നെ കുറിച്ച് നിങ്ങൾക്ക് അറിയാതെ എന്തൊക്കെയോ പറയുന്നു. 2, ഇനിയിപ്പോ അങ്ങനെയാണ് ജീവിക്കുന്നെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു തീർക്കട്ടെ, അവിടെ നിക്ക്. ഇതെന്ത് സ്വഭാവ? അപ്പോ അത് കയ്യിൽ എന്നെ കുറിച്ച് ഒന്നും അറിയില്ല, പക്ഷെ ഞാൻ മതം വിറ്റ് ജീവിക്കുകയാണ്, അല്ലെ മതം വിമർശിച്ച് ജീവിക്കുകയാണെന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഒന്നും അറിയാതെ ഈ അബദ്ധം വിളിച്ച് പറയണത് വിമർശനത്തിന് മറുപടി ഇല്ലാത്ത സമയത്ത് എടുക്കുന്ന തൊണ്ട് ന്യായങ്ങളാണ്. എന്താ കട്ടായി? എന്താ കട്ടായി? ഞാൻ പറഞ്ഞു തീർക്കട്ടെ, നിങ്ങൾ അതിന് മുമ്പ് കട്ട് ചെയ്ത് അങ്ങനെ. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, മതം ആൾക്കാരെ നാട്ടിൽ മൊത്തം പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ വൃത്തികേട്, തൗഹീദ് എന്നുള്ള പേരിൽ വൃത്തികേടും പറഞ്ഞു നടന്നിട്ട് അതും കൊണ്ട് ജീവിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. മതത്തിന് അതീതരായിട്ട് മനുഷ്യരെ പറഞ്ഞുതരാം, മതത്തിന് അതീതരായി മനുഷ്യരൊക്കെ ഒന്നാണ് എന്നുള്ള ചിന്തയിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരാണ് ഇസ്ലാമിന്റെ പല പ്രവർത്തനങ്ങളും എന്ന് പറയുന്നത്. ഞാൻ പറയാൻ അനുവദിച്ചേ പറ്റൂ, കാരണം വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്ക് ഫോണാണ്, ഫോണിൽ സംസാരിക്കാമല്ലോ. നിങ്ങൾ സംസാരിക്കുമ്പോൾ സമ്മതിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ആ രീതിയിൽ മതം വിറ്റും മതം പ്രബോധനം നടത്തിയും ഇവിടെ ആളുകളെ മതപരിവർത്തനം നടത്തിയിട്ടും പൈസ ഉണ്ടാക്കി നാട്ടുകാരുടെ അടുത്ത് പിരിച്ച് ജീവിക്കുന്ന അതിന് കുഴപ്പമില്ല. അതിനെ വിമർശിച്ചാൽ അതിന്മേൽ വരുമാനം ഉണ്ടാകുമ്പോൾ അത് ഭയങ്കര ബേജാറാണ്. അങ്ങനെ ബേജാറായിട്ട് കാര്യമില്ല. ഈ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്, എനിക്ക് വേറെ തൊഴിലും ഉണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഇനി നിങ്ങൾ പറയുന്നത് ഞാൻ യൂട്യൂബ് ഒരു മിനിറ്റ് അല്ല, ഞാൻ 2021 2020 ലാസ്റ്റിലാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പം എനിക്ക് വയസ്സ് എത്രയാണെന്നറിയോ? 38ആണ്. ഞാൻ മതം ഉപേക്ഷിക്കുന്നത് എന്റെ 29ാമത്തെ വയസ്സിലാണ്. അപ്പൊ പിന്നെ 12 കൊല്ലം എന്തായാലും ഞാൻ പണിയെടുത്ത് ജീവിച്ചിട്ടുണ്ടല്ലോ. ഉണ്ടാവൂലേ? അല്ല ഉണ്ടാവൂലേ? ഇനി നിങ്ങള് മുഹമ്മദ് നബി ജീവിക്കാൻ വേണ്ടി ചെയ്ത ഒരു തൊഴിൽ പറഞ്ഞുതരോ? നുബുവത്തിന് ശേഷം മുഹമ്മദ് നബിയെ നുബുവത്തിന് ശേഷം ജീവിക്കാൻ വേണ്ടി ചെയ്തൊരു തൊഴിൽ പറഞ്ഞുതരോ? നിങ്ങൾ എന്ത് പറഞ്ഞാൽ നിങ്ങളിപ്പോ മുഹമ്മദിന്റെ അല്ല, നിങ്ങൾ പറയേ. എല്ലാ കാര്യത്തിനും മാതൃകയാണല്ലോ. നന്മ പഠിപ്പിച്ചു കൊടുക്കാൻ വന്ന പ്രവാചകനാണല്ലോ. മുഹമ്മദ് നബിനെ മാതൃകയാക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. എന്തായിരുന്നു മുഹമ്മദ് നബി മദീനയിലേക്ക് എത്തിയതിനു ശേഷം ജീവിക്കാൻ വേണ്ടി ചെയ്ത തൊഴിൽ എന്തായിരുന്നു? ഞാൻ ചോദിച്ചത്, മുഹമ്മദ് നബി 10-12 ഭാര്യമാരും സമ്മാനം കിട്ടിയ അടിമ സ്ത്രീയാണെങ്കിലും ചെലവിന് കൊടുക്കണ്ടേ? അപ്പൊ ഇത്തരം ആളുകളെയൊക്കെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ട് മുഹമ്മദ് നബി ചെയ്ത തൊഴിൽ എന്തൊക്കെയായിരുന്നു? ആ തൊഴിൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടുത്തെ നിയമം അനുവദിക്കാൻ നമുക്ക് ചെയ്യാം. അത് നല്ലതാണോ ചീത്തയാണോ നമുക്ക് നോക്കാം. നിങ്ങൾ പറയും മുഹമ്മദ് നബി. നിങ്ങൾ അബൂ താലിബിന്റെ അനുയായിയാണോ മുഹമ്മദ് നബിന്റെ അനുയായിയാണോ?
നിങ്ങൾ അബൂ താലിബിന്റെ അനുയായിയാണോ മുഹമ്മദ് നബിന്റെ അനുയായിയാണോ? നിങ്ങൾ അബൂ താലിബിന്റെ അനുയായിയാണോ മുഹമ്മദിന്റെ അനുയായിയാണോന്ന്? ആണോ? ഞാൻ മുഹമ്മദിന്റെ അനുയായിയാണ്. അപ്പൊ നിങ്ങളെ നേതാവിന്റെ തൊഴിൽ എന്തായിരുന്നു പറഞ്ഞേര്. ചാണിന് ചാണായും മുളത്തിന് മുളമായും നമ്മൾ മുഹമ്മദ് നബിനെ പിൻപറ്റണ്ടേ? അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അറിയേണ്ട ആവശ്യമുണ്ട്. അതായത് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും മുഹമ്മദിനെ പിൻപറ്റണം. അതാണ് ഇസ്ലാം. അറിയണ്ടേ? ഞാനെന്താ ജോലി ചെയ്യുന്നത് നിങ്ങൾ അറിയോ? ഇല്ല, ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലല്ലോ അതിന്. ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലല്ലോ. എനിക്കറിയില്ല, എനിക്കറിയേണ്ട കാര്യമില്ല. നിങ്ങളല്ലേ ഇപ്പൊ എന്റെ തൊഴില് ചോദിച്ചു വിളിച്ച ആള്. നിങ്ങൾ എനിക്ക് പണിയെടുത്ത് തിന്നൂടെന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ച ആളല്ലേ. അപ്പൊ ഞങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളെ എല്ലാത്തിനും മാതൃകയാക്കി കാണിച്ചു തന്ന മുഹമ്മദ് നബി 12 ഭാര്യമാരും സമ്മാനം കിട്ടിയ അടിമ സ്ത്രീനെയും തീറ്റിപ്പോറ്റാൻ വേണ്ടി ചെയ്ത തൊഴിൽ എന്തൊക്കെയായിരുന്നു എന്ന്. അതിലേതെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ, നിയമം അനുവദിക്കുമോ നോക്കാലോ. അതല്ലല്ലോ ഞാൻ ചോദിക്കുന്നില്ല. അത് ആ കാര്യങ്ങൾ എനിക്ക് അതുപോലെ ഒരു തൊഴിൽ ചെയ്യാൻ വേണ്ടിട്ടാ പറഞ്ഞത്. ജീവിക്കാനുള്ളത് നമ്മളറിയോ? അറിയണം. കാരണം അതിനനുസരിച്ച് ജീവിക്കണം. അതനുസരിച്ച് ജീവിക്കലാണല്ലോ ഇസ്ലാം. അതനുസരിച്ച് അത് മുഹമ്മദിനെ പിൻപറ്റലല്ലേ ഇസ്ലാം എന്ന് പറഞ്ഞാല്. ആരൊക്കെ നബി കച്ചവടത്തിന് പോയിട്ടില്ലേ? ഞാൻ ചോദിച്ചത് മദീനയിലേക്ക് ഹിജറ പോയതിനു ശേഷം 12 ഭാര്യമാരും സമ്മാനം കിട്ടിയ അടിമ സ്ത്രീനെ തീറ്റിപ്പോറ്റാൻ മുഹമ്മദ് ചെയ്ത തൊഴിൽ എന്തായിരുന്നു എന്നാണ്. അത് ഞാൻ പറഞ്ഞുതരാം. മുഹമ്മദ് നബി ജനിച്ചാൽ തന്നെ കല്യാണം കഴിച്ചിട്ട് പിന്നെ എല്ലാവരും കച്ചവടത്തിന് പോയി. ആദ്യം കച്ചവടത്തിന് പോയി പിന്നെയല്ലേ കല്യാണം കഴിച്ച് അതിന്റെ സമ്പാദ്യം ഉണ്ടാവും. അതുകൊണ്ട് ജീവിക്കുന്നുണ്ടാവും. ഞാൻ ചോദിച്ചത് മുഹമ്മദ് നബി മദീനയിലേക്ക് വന്നതിന് ശേഷം പട്ടിണിയും പരിവട്ടായിരുന്നു എന്നാണല്ലോ പറഞ്ഞു നടക്കുന്നത്. സമ്പത്തില്ലായിരുന്നു എന്നാണല്ലോ, കഷ്ടപ്പാടായിരുന്നു എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞു അല്ല, ഇസ്ലാമിന്റെ ചരിത്രം നിങ്ങൾ പറയാറുണ്ടോ? ഇസ്ലാമിന്റെ ചരിത്രം പറയാൻ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെ ചെലവിന് കൊടുക്കണല്ലോ അപ്പൊ. അതല്ലെങ്കിൽ അതായത് മദീനയിൽ എത്തിയതിനു ശേഷം മുഹമ്മദ് നബി ചെയ്ത ഉറങ്ങിക്കിടക്കുന്ന മറ്റു മനുഷ്യരെ കൊള്ള ചെയ്യലല്ലാത്ത എന്തെങ്കിലും ഒരു തൊഴിൽ പറഞ്ഞുതരും. ഇങ്ങനെ തന്നെ മറ്റു മനുഷ്യരുടെ സമ്പത്ത് കൊള്ളയടിച്ചെടുക്കലല്ലാത്ത എന്തെങ്കിലും തൊഴില്, അതായത് ഹുംസ് അല്ലാത്ത എന്തെങ്കിലും 5-1 അല്ലാത്ത എന്തെങ്കിലും വരുമാന മാർഗം ഉണ്ടായിരുന്നോ? എല്ലാ വരുമാനവും ഉണ്ടാവുകയല്ലോ. 5-1 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മനുഷ്യരെ ആക്രമിച്ച് കൊള്ള ചെയ്തെടുക്കുന്ന സമ്പത്തിന്റെ 5-1 മുഹമ്മദിനും അള്ളാഹ്ക്കുള്ളതാണെന്ന് പറഞ്ഞിരുന്നു. മുഹമ്മദ് അള്ളാഹ്ക്കുള്ള ജനങ്ങൾക്ക് തന്നെ ഉള്ളതാണ്. അള്ളാഹ് ഇതുമായി പോയിക്കോ. നബിക്കുള്ളതെന്ന് തന്നെയാണ് അർത്ഥം. അള്ളി നബിയൊക്കെ ഒരു പങ്ക് വാങ്ങി അല്ല, നബിക്ക് മാത്രമായിട്ട് 5-1 വാങ്ങുന്നത് പിന്നെ ഒരു മോശമല്ലേ. അതുകൊണ്ട് 5-1 എന്ന് പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞത് ഈ വരുമാന മാർഗം അല്ലാതെ ഇതിന്റെ പങ്കല്ലാതെ ഈ കൊള്ള മുതലിന്റെ പങ്ക് പറ്റിയതല്ലാത്ത എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് മുഹമ്മദ് ജീവിച്ചിട്ടുണ്ടോ മദീനയില്? ഞാൻ ഇതൊന്നും അറിയില്ല. നിങ്ങൾക്ക് അറിയില്ല അല്ലേ? അപ്പൊ ആദ്യം അതൊന്ന് അന്വേഷിച്ചിട്ടേ അതൊന്ന് ഉസ്താദ്മാരോട് ചോദിച്ചിട്ടേ അത് ഏതെങ്കിലും നല്ലൊരു തൊഴിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ അത് നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് പറഞ്ഞുതരുമോ? ഈ വിമർശനം നിർത്തിയിട്ട് ആ പരിപാടിക്ക് പോയാലും ആലോചിക്കുന്നത്. അല്ല, നമുക്ക് ഇല്ലല്ല, കച്ചവടത്തിനൊന്നും നബി പോയിട്ടില്ല. ആകെ കച്ചവടം ചെയ്തതായിട്ട് മുഹമ്മദ് നബി ഉണ്ട്. കച്ചവടം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനാണ് രേഖ വേണ്ടത്. ചെയ്തിട്ടില്ല എന്നുള്ളതിന് രേഖയൊന്നും വേണ്ട, അല്ലാതെ തന്നെ തെളിവുണ്ട്. എന്താ ചെയ്തത് അവിടെ ഉണ്ടേ, ചെയ്തത് അവിടെ ഉണ്ട്. അതിന്റെ അടിയിൽ എപ്പോഴാ കച്ചവടത്തിന് പോയെന്നുള്ളത് രേഖ വേണം. പിന്നെ ആകെ കച്ചവടം ചെയ്തതായിട്ട് അറിവുള്ളത് ഒരു ചങ്ങാതി അടിമനെ മോചിപ്പിക്കണമെന്ന് വിൽപ്പത്രം എഴുതി വെച്ചത് അറിഞ്ഞിട്ട് അയാളെ പിടിച്ചുകൊടുന്ന അടിമനെ പിടിച്ചുകൊടുന്ന് വിറ്റ 800 ദിർഹത്തിനോ എന്തോ വിറ്റ ഒരു കച്ചവടത്തിന്റെ കഥ ഹദീസിൽ കേട്ടിട്ടുണ്ട്. വേറൊന്നും കേട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ ഉസ്താദ്മാരോട് ചോദിച്ചിട്ടേ ഇപ്പൊ ഇങ്ങനെ മതവിമർശനം നടത്തി ഒരു അല്ല പറഞ്ഞുതരാം. അതായത് ഒരാൾ ഇസ്ലാം മത വിമർശനം നടത്തി ജീവിക്കുന്നുണ്ട്. അപ്പൊ അയാള് എടുത്തിങ്ങനെ സംസാരിച്ചപ്പോ അയാൾ ചോദിച്ചു മുഹമ്മദ് നബി ചെയ്ത എന്ത് തൊഴിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക നോക്കി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ചോദിച്ചു പറഞ്ഞാൽ പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിർത്താം, വിമർശനം നിർത്തിയിട്ടേ. മുഹമ്മദ് നബി ചെയ്ത തൊഴിലേ
ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ കുറിച്ച് ചെയ്യാം, അങ്ങനെ ആലോചിക്കാം. അപ്പൊ അതൊന്ന് ചോദിച്ചിട്ട് മദീനയിൽ എത്തിയതിനു ശേഷം കുറെ ഭാര്യമാരും കുട്ടികളൊക്കെ ഉള്ള സമയത്ത് മുഹമ്മദ് നബി എന്ത് കൊള്ള ചെയ്യാൻ പറ്റില്ലല്ലോ. കൊള്ള ചെയ്യുമ്പം പോലീസ് പിടിച്ചോണ്ടാവൂലേ? അത് മാത്രമല്ല, അത് ഭയങ്കര മോശം കാര്യമാണ്, അതൊരു അധാർമിക പ്രവൃത്തിയാണ്. ഉണ്ട്. ഞാൻ ചോദിക്കുന്ന സുന്നത്ത് എടുക്കാൻ വേണ്ടിട്ടാണ്, മുഹമ്മദ് നബിന്റെ മാതൃക പിൻപറ്റാൻ പറ്റുമെന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ്. ചാണിന് ചാണായും മുളത്തിന് മുളമായും മുഹമ്മദിനെ പിൻപറ്റണല്ലോ. ജനങ്ങൾ ജീവിക്കുന്നില്ലേ? ഉണ്ട്. എനിക്ക് അതാ താല്പര്യം. മുഹമ്മദ് നബിനെ മുഹമ്മദ് നബിന്റെ മാതൃക ഉണ്ടോ? മുഹമ്മദ് നബിയിലും എല്ലാവരും ജീവിക്കുന്നത് ഒന്നെങ്കിൽ കൊള്ള ചെയ്തിട്ടോ വിമർശനം ചെയ്തിട്ടോ ഈ രണ്ടാമത് സ്വീകരിച്ചിട്ടാണ് എല്ലാം ജീവിക്കുന്നത്. അല്ല, പക്ഷെ മുഹമ്മദ് നബി എങ്ങനെ ജീവിച്ചെന്ന് അറിയാൻ എനിക്കൊരു കൗതുകം. നിങ്ങൾക്ക് അറിയത്? അല്ല, മുഹമ്മദ് നബി എങ്ങനെ ജീവിക്കുന്നത് അതല്ല പറയുന്നത്. അതാണ് പറയുന്നത്. അതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചോണ്ടിരിക്കാണ്. എങ്ങനെ ഒരു കൊള്ള ചെയ്ത് അതിന്റെ 5-1 വാങ്ങി ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ അനുയായി വിളിച്ചിട്ട് രാവും പകലും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വിമർശിച്ചിട്ടല്ലാതെ ജീവിച്ചൂടെ? എന്ത് പണിയെടുത്തിട്ടാണല്ലോ ചോദിച്ചത്. ഏതെങ്കിലും നേതാവിനെ പറ്റി അങ്ങനെ ചോദിക്കാം. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടും. ഒരു മിനിറ്റ് നിങ്ങൾ അങ്ങനെ ബേജാറാവില്ലേ? ഞാൻ പറയുന്നത് നേതാക്കന്മാരെങ്ങനെ ജീവിച്ചെന്ന് ചോദിക്കാൻ പാടില്ലേ? അല്ലല്ല, ഇതെന്ത് വർത്താനാണ്? നേതാക്കന്മാരെങ്ങനെ ജീവിച്ചെന്ന് ചോദിക്കാൻ പാടില്ലേ? നേതാക്കന്മാരെങ്ങനെ ജീവിക്കുന്ന ചോദിക്കാൻ പാടില്ലേ? ചോദിക്കാൻ പാടുണ്ട്. എന്നാ പറഞ്ഞേര്. പാടില്ലാത്ത കാര്യമല്ലോ. പറഞ്ഞേര് എങ്ങനെ ജീവിച്ചത്? ഉത്തരല്ലാതെ ചോദിക്കാൻ മതി. എങ്ങനെ ഉത്തരവില്ലാത്ത ചോദ്യം? എങ്ങനെ? ഒരു പ്രസ്ഥാനത്തിന്റെ എന്തിന്റെ നേതാവായിക്കോട്ടെ ഓന് ജീവിക്കുന്നത് എങ്ങനെയാണെന്നാൽ പ്രസ്ഥാനത്തിലൂടെ അതിന്റെ നേതൃത്വം ജീവിക്കുന്നുണ്ടാവും. എങ്ങനെ മനസ്സിലായില്ല? എങ്ങനെ മനസ്സിലായില്ല? അത് എന്ത് പ്രസ്ഥാനത്തിന്റെ നേതാവാകുന്നേരോ ആ നേതാവ് ജീവിക്കുന്നത് എങ്ങനെയാണെന്നല്ല പ്രത്യേകം പറയേണ്ടതുണ്ടോ? ആ പ്രസ്ഥാനം കൊണ്ട് ചാണിന് ചാണായും മുളത്തിന് മുഴമായും പിൻപറ്റണമെങ്കിൽ അതെല്ലാം അറിയണം, വിശദമായിട്ട് അറിയണം. നിങ്ങൾ ഇത് കൂടി കേട്ടിട്ട് പോയിക്കോളൂ. എന്താ അറിയോ, ഇനി ഒരു മിനിറ്റ് കേട്ടോ. കൊള്ള മുതലിന്റെ 5-1 അല്ലാത്ത ഒരു വരുമാനം ഉണ്ടായിരുന്നില്ലാത്ത ഒരു മനുഷ്യന്റെ അനുയായി വന്നിട്ട് പറയാണ്, രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടും കടവും പ്രശ്നങ്ങളും തീരാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ വിളിച്ച് ചോദിക്കാണ്, നിങ്ങൾക്ക് വിമർശിച്ചിട്ട് ജീവിക്കുന്നതാണല്ലേ എന്ന്. നിങ്ങൾക്ക് ഉസറും പൊളിയില്ലേ കാക്കേ? അതല്ല, ശരി, നിങ്ങളിത് ഇത് ചോദിച്ചിട്ട് വരും കേട്ടോ. ഇത് ചോദിച്ചിട്ട് വരും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? നിങ്ങൾ ചെയ്യേണ്ടത് അറിയോ? നിങ്ങൾക്കിപ്പോ അങ്ങനെ കട ഉണ്ടാക്കാല്ലോ. കാരണം നിങ്ങൾ ചെയ്യേണ്ടത് അറിയോ? നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, ആദ്യം ഉസ്താദിനോട് ചോദിച്ചിട്ടും നമുക്ക് നാട്ടുകാരോട് പണിയെടുത്ത് തിന്നൂടെ എന്ന് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കാൻ ഒരു മാതൃകാപരമായ തൊഴിൽ മുത്തുനബിയുടെ സുന്നത്തിൽ നിന്ന് എടുത്തു കൊടുക്കാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. ഓക്കെ? അത് ഏത് നേതാക്കന്മാരായിട്ട് അങ്ങനെ ജീവിതത്തിൽ നിന്ന് എടുത്തു കൊടുക്കലൊന്നും ഉണ്ടാകില്ല. മുഹമ്മദ് നബീന്റെ തീരെയില്ല. അപ്പൊ പിന്നെ വെറുതെ വർത്താനം. മുഹമ്മദിന് നുബുവത്ത് കിട്ടുന്നതിന് മുൻപ്, അതായത് പറഞ്ഞുതരാം, എന്റെ തൊഴിലൂടി പറഞ്ഞുതരാം. മുഹമ്മദിന്റെ നുബുവത്തിന് മുൻപ് മുഹമ്മദ് ചെയ്യുന്ന തൊഴിലാണ് എന്റെ തൊഴില്. ഓക്കെ? ആടിന മേഖല. മുഹമ്മദിന്റെ നുബുവത്തിന് മുമ്പ് കേട്ടോ. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും തരാം. അപ്പൊ തൽക്കാലം നിർവാഹമല്ല. അതുകൊണ്ട് ഈ ജാതി ഊച്ചാളി വർത്താനൊക്കെ പറയാതെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞ പോയിന്റിൽ വല്ല മറുപടി ഉണ്ടോ, ഞാൻ പറഞ്ഞതിൽ വല്ല പ്രശ്നമുണ്ടോ, അതിനെ കുറിച്ച് സംസാരിക്കാൻ വിളിക്കും. ആദർശപരമായി സംസാരിക്കാനുള്ള ഒരു കെൽപ്പുണ്ടാക്ക്. 10 വീഡിയോ കാണും. ഓക്കെ? വീഡിയോ കണ്ടിട്ട് പറഞ്ഞ വിഷയത്തിൽ സംസാരിക്കാനുണ്ടെങ്കിൽ വിളിക്കുന്നു. പണിയും തൊഴിലൊക്കെ നമ്മൾ നോക്കിക്കോളാം. അല്ല, അതുകൊണ്ടല്ല ഞങ്ങൾ പറയുന്നതല്ല, നിങ്ങളെ വിമർശിക്കലൊന്നുമല്ല. ഞാൻ വിമർശിച്ച് ജീവിച്ചാലും നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താ പ്രശ്നം? ജനങ്ങൾക്ക്, പാപങ്ങൾക്ക് ഒരുപാട് നഷ്ടമുണ്ട്. അത് നിങ്ങൾ അറിയുന്നില്ല. തർക്കിക്കാനൊന്നും അല്ല ഞാൻ വിളിച്ചത്. നിങ്ങൾ തർക്കിക്കാനല്ല നിങ്ങൾ വിളിച്ചത്. നിങ്ങൾ ഒന്ന് ഊശിയാക്കാൻ വിളിച്ചാണ്. കയ്യിൽ നിന്ന് പോയി. അത്ര വിമർശനം, അത് നിഷേധം 50% വരെ കൂടുതൽ. എങ്കിലും ഓളൊന്നും ഇത് തൊഴിലായി നിങ്ങൾ ബേജാറാക്കണ്ടാണ്. അതെ അതെ അതെ, ഞാൻ ഇത് തൊഴിലാക്കാൻ, ഞാൻ ഇത് തൊഴിലാക്കി ജീവിക്കാൻ.
ഒന്നെങ്കിൽ ഇതുകൊണ്ട് പട്ടിണിയിലാകുന്നത് മുഹമ്മദ് നബിയോ അല്ലെങ്കിൽ അള്ളാഹു അല്ല. ജനങ്ങൾക്ക് ഒരുപാട് നഷ്ടമുണ്ട്. അതിങ്ങനെ ഇത് ഒരുപാട് കേൾക്കുന്നേരം അതിൽ തെറ്റുണ്ടെങ്കിലും ശരിയുണ്ടെങ്കിലും ആൾക്കാർക്ക് എന്താണെന്ന് അറിയോ, ഇത് മടുപ്പ് വരും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഭയങ്കര നഷ്ടമുണ്ട്. അങ്ങനെ ആളുകള്, അതായത് ഈമാൻ നഷ്ടപ്പെട്ട വിശ്വാസികൾ ദാനധർമ്മങ്ങൾ കുറക്കും. അങ്ങനെ ദാനധർമ്മം കുറയുമ്പോ ദാനധർമ്മം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ കഷ്ടപ്പെടും. അതല്ലേ നിങ്ങളെ പോയിന്റ്? ശരി ശരി, ആയിക്കോട്ടെ. എന്നാല് അപ്പൊ നമുക്ക് അതിന് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാം വേറെ കേട്ടോ. അങ്ങനെ ദാനധർമ്മം കൊണ്ട് കഷ്ടപ്പെടുമ്പോ അതില്ലാതെ കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരെ നമുക്ക് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഉപകാരം മാത്രമേ, ഇതുകൊണ്ട് ഉപകാരം മാത്രമേ ഉണ്ടാവും. മതി വെറുതെ ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ലല്ലോ. ഈമാൻ കുറഞ്ഞ നാട്ടുകാരെ സഹായിക്കൂല. നല്ല ലഹരിയാണ്. ആ ലഹരി അതിനോട് ജീവിക്കാൻ തന്നെ ഇങ്ങനത്തെ നിൽക്കുന്നുണ്ട്. അതല്ലാണ്ട് ജനങ്ങൾക്ക് ഇതുകൊണ്ട് ഭയങ്കര നഷ്ടമല്ലാണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ മാന്യനായിട്ടാണ് കാണുന്നത്. നിങ്ങള് പക്ഷെ നിങ്ങളെ സംസാരത്തിൽ നിങ്ങൾ അത് കാണിക്കുന്നില്ല. അതാ പ്രശ്നം. എങ്ങനെ? എന്നാ ആയിക്കോട്ടെ, സമയം കളയണ്ട വെറുതെ കേട്ടോ. ശരി.